നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 27 ഏപ്രിൽ 2025. ഞാൻ കൊപ്പത്ത് കടയിലേക്ക് പുറപ്പെട്ടാണ്. മലബന്ധം മൂത്ര തടസ്സം എന്ന് കേട്ടാൽ കേവലം നിങ്ങളൊരു തമാശ ആക്കി വിടണ്ട. ഒരു തമാശ അല്ല അത് നിങ്ങളുടെ മാത്രമല്ല മരണം സംഭവിക്കുക. നിങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ തെരുവിലാവും. വലിയ സംഭവം വരും. തെരുവിലാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്തും ഭൂമിയൊക്കെ വിട്ട് അങ്ങനെ ഇപ്പം നിരവധി ഒരുപാട് ആക്സിഡൻറ്റുള്ള ആളുകൾ 300 കോടി രൂപയൊക്കെ ചിലവഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്, പിന്നെ ഭക്ഷണം കൊടുക്കാനില്ലാണ്ട്, പണിക്ക് പോകാൻ പറ്റാണ്ട്, പിന്നെ ഒരാളെ നോക്കാൻ 7 പേരൊക്കെ നിൽക്കുകയാണ് പല സ്ഥലങ്ങളിലും. നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആധുനിക മനഃശാസ്ത്രം എന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ പിന്നിൽ നിങ്ങൾ പോയതുകൊണ്ട് ദുഃഖിപ്പിക്കുന്ന വേദനയാണ്. ഇന്ന് ഞാൻ UAE പോലെയുള്ള രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് നിന്നിട്ട് ഞാൻ പറയാണ്, നായ്ക്കളെ, നിങ്ങൾക്ക് ചത്ത ആൾക്കാരെ കുണ്ണം മോഞ്ചിക്കൂടെ, പട്ടികളെ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തമാശക്ക് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഒരുപാടെണ്ണത്തിൻ്റെ വേദന, വിഷമം, അവർക്ക് ജീവിക്കാനുള്ള കൊതി മാത്രമല്ല, ഒരു മിനിറ്റെങ്കിലും അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഒന്ന് ആശ്വാസം പകരാൻ സംഭവിക്കാത്ത ഗ്രൂപ്പ് നേതാക്കൾ, നമ്മളുടെ ഗ്രൂപ്പ് നേതാക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഓരോ ഗ്രൂപ്പിൻ്റെ ആളുകളെയും തീട്ടം ബക്കറ്റ് കിറക്കിയിട്ട് അവരെ തലയിൽ കൊണ്ടുപോയിക്കണം, എന്നിട്ട് ചൂര് കൊണ്ടടിക്കണം പട്ടികളെ. അതായത് വിദ്യാഭ്യാസം എന്ന ഒരു സാധനത്തിനെ ആധാരമാക്കി ഇവർ ചെയ്യുന്ന വേശ്യാലയം നായ്ക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനോ നിങ്ങളോ നട്ടെല്ല് മുറിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്യാൻസർ പിടിച്ചിട്ട് നമ്മൾ ഓടുന്ന നെട്ടോട്ടത്തിന് കണക്കില്ല. ഇത് മലബന്ധം അല്ലെങ്കിൽ മൂത്രതടസ്സം അല്ലെങ്കിൽ രണ്ടും കൂടി എന്ന് സംശയിക്കണം. ഇത് തലച്ചോറിൽ ക്യാൻസർ വരും, കണ്ണിൻ്റെ ഞരമ്പ് ബ്ലോക്ക് വരും, കിഡ്നി കംപ്ലീറ്റ് പോവും, വൃക്ക പോവും, ശ്വാസകോശം പോവും, നമ്മളുടെ നാവിൻ്റെ അടിഭാഗം അലിഞ്ഞ് പോവും. നിങ്ങൾക്കറിയാമോ? ചെറിയൊരു കാര്യമാണ് ഞാനീ പറഞ്ഞത്, വളരെ സിമ്പിൾ. ഇതിനെ നിവർത്തിക്കാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് മരുന്ന് ലോകരാജ്യത്തുള്ള മുഴുവൻ വൈദ്യശാസ്ത്രത്തിനെ ഞാൻ വെല്ലുവിളിക്കാൻ, നായിൻ്റെ മക്കളെ കയ്യെന്നുണ്ടെങ്കിൽ വരികയുടെ ഉമ്മാൻ്റെ വീട്ടിൽ. കാരണം എന്നെ വെല്ലുവിളിക്കുന്ന കുറേ ഊമ്പന്മാർ വർഷാപ്പ് നായിൻ്റെ മക്കളോട് പറയാണ് ഞാൻ. ഇത് വെറുതെ പറഞ്ഞതൊന്നുമല്ല. ലോക്കൽ പോലീസുകാർ ഇക്കാര്യത്തിന് എനിക്ക് സപ്പോർട്ട് ചെയ്യും. അത് ചെയ്യാൻ കാരണമുണ്ട്. അവർക്കൊരുപാട് പറയണമെന്നുണ്ട്. അവർക്ക് പറയാൻ കഴിയാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കുറ്റം ചെയ്യാൻ ആധാരമാക്കിയതൊന്നുമല്ല ഈ പറയുന്നത്. അതായത് അനാവശ്യമായി പൈസ വാങ്ങി വെച്ച് ചികിത്സ കൊടുക്കാണ്ട് ഓരോരുത്തരും നട്ടോട്ട് ഓടിപ്പിക്കുന്ന ഈ ആധുനിക വിദ്യാഭ്യാസ വൈദ്യശാസ്ത്രം എന്നത് ചവിട്ടി അവൻ്റെയൊക്കെ ഉമ്മാൻ്റെ പൂരിൽ തേരുകേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്താണ് ഈ വലിയ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാടെണ്ണം എൻ്റെ കൂടെ വരും, എൻ്റെ ഫോണിലേക്ക് വരും, ഒരുപാടെണ്ണം ചികിത്സ കിട്ടാണ്ട് മൂലയിൽ കിടക്കുക. എവിടെ കൊണ്ടുപോയി ഒതുക്കും നായ്ക്കളെ നിങ്ങൾ ഈ ശാപമൊക്കെ? കഴിഞ്ഞ തവണ വേറൊരു നായിൻ്റെ മോൻ, ഇവനെന്ന് പറഞ്ഞാൽ പിന്നെ മണ്ണാർക്കാട് എന്താ കാഞ്ഞിര മറ്റോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഒരു വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയറായിരുന്നു. ഇവനെ 50,000 ഓപ്പറേഷൻ ചെയ്തിട്ട് ആശുപത്രിക്കാർ തറ്റിയ സമയത്ത് അന്ന് ഞാൻ ചെന്നപ്പോൾ 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ന്യൂമോണിയ ബാധിച്ച് മൂലയ്ക്ക് കിടക്കുക. ഞാൻ ഇയാളോട് 2 ലക്ഷം ഉറുപ്പ്യ തരാം, എന്നാൽ ഞാൻ ഇയാളെ കംപ്ലീറ്റ് മോചിപ്പിക്കാം, അടുത്ത സിറ്റിയിൽ കൂടെ ഇയാൾക്ക് നടന്നിട്ടോ വണ്ടി ഓടിച്ചിട്ടോ പോകാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അത് ഞാൻ ഗ്യാരണ്ടിയും പറഞ്ഞു. അയാൾക്ക് എന്നെ സംശയിച്ചു. 50,000 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. 50,000 ഓപ്പറേഷൻ എറണാകുളം ജില്ലയിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കോട്ടയത്ത് നിന്ന്, പെരുന്തൽമണ്ണയിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ. ആധുനിക വൈദ്യശാസ്ത്രം, ആധുനിക ഉമ്മാൻ്റെ പൂറ, ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞ ഉമ്മാൻ്റെ പൂറ. അതുകൊണ്ട് ഇത് പൂട്ടിക്കാനുള്ള നടപടികൾ ഓരോരുത്തരും ഇറങ്ങണം.
കോട്ടക്കൽ ആര്യവൈദ്യശാല ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങളെ നിഷ്കൂരമായി പറ്റിക്കുന്നു. സോറിയാസിസിന് മരുന്നുണ്ടെന്ന് പറഞ്ഞ ആസഫ് അരിസ്റ്റും മഹാദിത്ത കഷായം കൊടുത്ത് പറ്റിക്കുക, മഹാപഞ്ചഷ്ടാദി കഷായം, അതൊക്കെ തല്ലിപ്പൊളിയാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതായിട്ട് കാര്യം നടക്കില്ല. കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങണം. കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങണം. അതിൻ്റെ ഉത്തരം കൈ പിടിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിന് ഒന്നെങ്കിൽ 500 രൂപയുടെ ഡെയിലി മരുന്ന് 30 ദിവസം, 15 ദിവസം, 8 ദിവസമൊക്കെ കഴിക്കണം. ഓരോ ആളുകൾക്ക് അത് മാറുന്നവരെ കഴിക്കാം. വേറെ നിവൃത്തിയൊന്നുമില്ല, മാറുന്നവരെ കഴിക്കാം. അത് ചിലവർക്ക് 90 ദിവസമാണ്. എന്തായാലും 90 ദിവസം കൂടില്ല എന്നൊരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരും. 90 ദിവസം അങ്ങോട്ട് പോവില്ല എന്ന് ഞാനൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരും. അതിന് മുമ്പ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിരിക്കും. ആ കുട്ടിക്ക് ഒരിക്കലും വെള്ളപ്പാണ്ടുണ്ടാവില്ല. അപ്പോൾ ഈ ആധുനിക വൈദ്യശാസ്ത്രം, ആധുനിക വിദ്യാഭ്യാസം വേണം. പക്ഷേ അത് എഴുതാനും വായിക്കാനാണ്. ജനങ്ങളെ പറ്റിക്കാനും കൊള്ളയടിക്കാനും ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് അടി പിടിക്കാനും പിന്നെ വലിയ MSc വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സാമാനം വിറ്റ് കായ് ഉണ്ടാക്കാനും അല്ല. അതല്ല അതിനെ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പെൺകുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ അവരുടെ കോളേജ് ഫീസും മറ്റുള്ളതും ഈ പോകുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാണോ എന്നും കൂടി നോക്കണം. അതായത് ചെറിയ കുട്ടികളെ ഒരുപാട് പരുന്നുകൾ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് വലിച്ചിട്ടാലത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഈ അമ്മക്കും ഈ അച്ഛനും അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോയി തൂങ്ങിച്ചാവണം. നിങ്ങളുടെ കുട്ടികളെ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ നിങ്ങളുടെ സ്കൂള് നിങ്ങളെ വീട് വിട്ട് 5 കിലോമീറ്റർ അങ്ങേപ്പുറത്തേക്ക് പഠിപ്പിക്കാൻ അയക്കുന്നത് ഈ നാട്ടിലെ ഓരോരുത്തരെയും കൊല ചെയ്യാൻ കാരണമാവും, പോക്കറ്റടിക്കാൻ. അവർ വേശികളായിട്ടാണ് അവർക്ക് കംപ്ലീറ്റ്. ഈ പെൺകുട്ടികൾ കംപ്ലീറ്റ് വേശികളാണ്, കംപ്ലീറ്റ്. 1, 2 ഒന്നല്ല ഈ പറയുന്നത്. അങ്ങനെ ആക്കിയത് ഈ രക്ഷിതാക്കളാണ്. ഇവരെ ദുരാഭിമാനമാണ്. ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചട്ടം കെട്ടിപ്പോയത് കൊണ്ടാണ്. കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ ഒരു നായിൻ്റെ മക്കൾക്കും വിവരമില്ലാത്തത് കൊണ്ടാണ്. കേരളത്തിലുള്ള ഭരിക്കാൻ വന്ന ഒരു പട്ടികൾക്കും തന്തയും തള്ളിയും പോരാടി ഉണ്ടാക്കിയതുകൊണ്ടാണ്. അല്ലേ? എനിക്കത് പറയേണ്ടി വരിക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സൈബർ സെല്ലിൽ ഒരു ഫോൺ എടുത്തിട്ട് ചെയ്ത പണിയെടുത്താണ്. അതിൻ്റെ മുമ്പും പിന്നുള്ളതൊന്നും നോക്കിയില്ല. ശരിക്കും ഞാൻ അവനക്കെതിരെ അവൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ അതിഭയങ്കരമായ സമരം ചെയ്യേണ്ടതാണ്. ഞാൻ ഇതിനൊക്കെ പിന്നാക്കം മാറിയെന്ന് പറഞ്ഞാൽ സമരം എൻ്റെ നയത്തിലില്ല, അതുകൊണ്ട് മാറിയതാണ്. ആ സമരം ചെയ്താൽ പോരാത്. പട്ടി പൊലാടിയമാതിരി അത് 10,000 പേര് തൃശ്ശൂർ ജില്ലനെ നാറ്റിക്കേണ്ട കേസായിരുന്നു. ഇവരെ ഏതുവരെ പോകും നോക്കുക. അതിൻ്റെ ശേഷം ഇപ്പോൾ അതേ വിഷയത്തിന് 2-3 തവണ 2-3 പരാതി കൊടുത്തിട്ട് ഈ പൂറ അത് അറിഞ്ഞിട്ടില്ല. പട്ടിപ്പൊലയാടി വനിതാ സെല്ലിലെ സർക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്, നായിൻ്റെ മക്കൾ. അപ്പോൾ നിങ്ങൾ ഉമ്മാൻ്റെ പൂറ വളർത്തുമെന്ന് എനിക്കറിയാം. നമുക്ക് ഏത് അറ്റം വരെ പോകുമെന്ന് വിചാരിക്കാം. എന്നെ കേരളത്തിലെ ജനങ്ങൾ 25,000 രൂപ പെൻഷന് വേണ്ടി തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഞാൻ കയറിയ അന്ന് നിൻ്റെയൊക്കെ കഴുത്തിൽ തൂക്കുകാരി ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ നീ നോക്കിക്കോ. ഇത് തമാശ പറഞ്ഞൊന്നുമല്ല. അതുപോലെ പോലീസ് കേസിൽ അനാവശ്യമായിട്ട് കളിച്ചിട്ടുള്ള ഏതാളുണ്ടെങ്കിലും ശരി, ഒരു അലോട്ട്മെൻറ്റും പ്രതീക്ഷിക്കണ്ട. ഞാൻ കയറിയ നടപടിയായിരിക്കും. കാരണം എനിക്കത് ചെയ്യാനറിയാം, ആ കാര്യങ്ങൾ ചെയ്യാനറിയാം. ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും അല്ലാതെ കാര്യങ്ങൾ ചെയ്യും. അത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മനസ്സിലായോ? ജോലി വേണം, പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യം കൂടി ഒന്ന് കണക്കാക്കണം. മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ പറയുന്നത് ഫുള്ളായിട്ട് വിശ്വസിച്ച് ഉദ്യോഗസ്ഥർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം വരെ ഒരുത്തിയിൽ നിൽക്കാൻ പറ്റാത്ത ഇതുപോലെ നാരിയ അനാവശ്യം കേൾക്കേണ്ടി വരും. ഓരോ ഉദ്യോഗസ്ഥനും കേൾക്കണം, ഓരോ ഡോക്ടർമാരും കേൾക്കണം. 10,000 10 ലക്ഷം 30 ലക്ഷം വാങ്ങിയിട്ട് ഓരോ 4-5 കുട്ടികളുടെ അമ്മമാരെ സൂചി വെച്ച് കൊല്ലുന്ന ഡോക്ടർമാർ കേൾക്കണം. തൻ്റെ നട്ടല് മുറിയും, ജനങ്ങൾ കയറി അടിച്ച് പൊളിക്കും. ഓരോ വൈദ്യ ഡോക്ടർമാരും കേൾക്കണം, നട്ടല്ലടിച്ച് പൊട്ടിക്കും. ജനങ്ങൾ കയറി നട്ടല്ലടിച്ച് പൊട്ടിക്കും. മനസ്സിലായില്ലേ? ജനങ്ങൾ കയറി നട്ടല്ലടിച്ച് പൊട്ടിക്കണം. ഇംഗ്ലീഷ് മരുന്നുകാർ തൊലഞ്ഞാൽ പോരാ, ചത്ത് നാരായണക്കല്ലാവണം. കാരണം സർവ്വെണ്ണം ജനങ്ങളെ പറ്റിക്കുക ചെയ്യുന്നത്, സർവ്വെണ്ണം നായിൻ്റെ മക്കൾ.